ഹലോ ഗൈസ്, ഇവനാണ് ഞങ്ങളുടെ തക്കടു. ഇന്ന് തക്കടുവിൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ നമ്മുടെ സ്റ്റോറി. ഇവൻ ഇവിടെ വന്നിട്ട് കുറേ നാളായി. കുറേ നാളെന്ന് പറയുമ്പോൾ ഒരു 6 മാസത്തോളമായി കേട്ടോ. ഇവനെ ഒരു തോട്ടത്തിൽ നിന്ന്, ഒരു റബ്ബർ തോട്ടത്തിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഇവനും ഉണ്ടായിരുന്നു, ഇവൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. അമ്മ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇവനെ ഇട്ടിട്ടങ്ങ് പോയി. പിന്നെ ഇവൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഞങ്ങൾ തന്നെയാണ് കേട്ടോ. ഇനിയുള്ള സ്റ്റോറി ഇവനങ്ങ് പറയട്ടെ. സ്റ്റോറിയല്ല, ഡേ ഇൻ മൈ ലൈഫ്. എന്താ സുഖം. രാവിലെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുകയാണ് കള്ളൻ. എന്തൊരു സുഖം എൻ്റെ ഈശോയെ, ഇന്നും ഇങ്ങനെ ഉറങ്ങാൻ പറ്റണേന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. അയ്യോ, എന്തോരം മീനാ, കൊതിയാവുന്നു കണ്ടിട്ട്. ഓ, അയിലയുണ്ട്, മത്തിയുണ്ട്, കൊഞ്ചുണ്ട്. എൻ്റെ ദൈവമേ, എനിക്ക് വയ്യ. തന്നിട്ട് കഴിക്കാമല്ലോ. എൻ്റെ ദൈവമേ, മമ്മി ഇത് മൊത്തം വറുത്ത് എനിക്ക് തന്നെ തന്നാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ ഇച്ചിരി ചരിഞ്ഞ് കിടക്കാം, അതാണ് നല്ലത്. അങ്ങനെ കിടന്നിട്ട് സുഖമില്ല. ഈ പെണ്ണ് ക്യാമറയും കൊണ്ട് എന്തിനാണാവോ ഞാൻ ഉറങ്ങുന്നതൊക്കെ വന്ന് പിടിക്കുന്നത്. ഒറ്റക്കണ്ണ തുറങ്ങാൻ എനിക്ക് സൗകര്യമുള്ളടി. നീ പോയി നിൻ്റെ പണി നോക്കടി. എന്നെ ഉറങ്ങാനും സമ്മതിക്കത്തില്ല. ഉറക്കത്തിൽ നീ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നോടി. നീ എന്താ എന്നെപ്പറ്റി വിചാരിച്ചേ? ഞാനങ്ങോട്ട് എണ്ണീറ്റ് വന്നോണ്ടല്ലോ, നീയും പോവും, നിൻ്റെ ഫോണും പോവും. ഒരാളങ്ങോട്ട് തന്നോണ്ടല്ലോ. കണ്ടോ അവിടെ അഹങ്കാരം കണ്ടോ? എന്നെ ഇക്കിളി ഇരുന്ന് കണ്ടോ ഗൈസ്? ഇവക്ക് എന്തിൻ്റെ അസുഖമെന്ന് മനസ്സിലായോ? ഇവക്ക് എന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. ഈ മഴയും പിടിച്ച് ഞാൻ എന്തോ ചെയ്യാനാ? ഞാൻ കിടന്ന് ഉറങ്ങുമ്പോൾ കാണുമ്പോഴത്തേന് അമ്മയും മോളൂടെ പറയുക, പോയി എലിയെ പിടിച്ചാൽ. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എലിയെ കണ്ടിട്ട് പോലും ഇല്ല. എനിക്കാണെങ്കിൽ ഈ പറയുന്ന സാധനം എങ്ങനെ ഇരിക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ എന്തുവാ ചെയ്യാനാ? കണ്ടോ അവൾ പിന്നെ എന്നെ ഇക്കിളി ഇരുന്ന കണ്ടോ? എനിക്കൊരള്ളം അങ്ങോട്ട് കൊടുക്കാൻ തോന്നും. പിന്നെ ഞാൻ വിചാരിക്കും, പാവമല്ലേ ചേച്ചി, അവളെ എപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തരുന്നതാണ്. അപ്പം പിന്നെ ഞാൻ ഉപദ്രവിക്കുകയൊന്നും ഇല്ല കേട്ടോ. അവളൊരു പാവമാണ്. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണേ. അവിടെ കൂട്ടത്തിലൊക്കെ ഞാൻ ഇടയ്ക്ക് പോയി കിടക്കുകയൊക്കെ ചെയ്യും. ഈ ചേച്ചിയാണെങ്കിൽ ഇവിടുത്തെ മൂത്ത ചേച്ചിയാണ്. വേറൊരുത്തിയുണ്ട്, അവൾക്കാണെങ്കിൽ എന്നെ കണ്ട അപ്പം അലർജിയാണ്. ഇനി കുറച്ച് നേരം ചുമ്മാ ഇരിക്കാം, അതാ നല്ലത്. അനങ്ങാണ്ടിരിക്കുവാണെങ്കിൽ എലിയെ പിടിക്കുന്ന കാര്യം അവരെങ്ങാനും മറന്നു പോയാലോ. ഇല്ലെങ്കിൽ പിന്നെ എപ്പോഴും അതും പറഞ്ഞ് എന്നെ അങ്ങ് ഡിസ്റ്റർബ് ചെയ്യും. കണ്ടോ അവൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ തൊട്ടും തലോടിയൊക്കെ നോക്കും. ഞാൻ മൈൻഡൊന്നും ചെയ്യാതെ അങ്ങ് ഇരിക്കും. അല്ലാതെ ഇപ്പോൾ എന്തോ ചെയ്യാനാ? ഉറങ്ങിയ പോലെ ഇരിക്കുക ഇനി, അല്ലാതെ ഇപ്പോൾ വേറെ വഴിയൊന്നുമില്ല. അയ്യോ, ഏതാണ്ട് ഓർക്കുന്ന കാര്യം നിങ്ങളോട് എന്തോ ഞാൻ പറയണമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. അതുകൂടെ ആലോചിക്കാൻ ഞാനിനി അത് മറന്നു പോകത്തൊന്നും ഇല്ല കേട്ടോ. ഇടയ്ക്ക് ഞാനത് ഓർത്ത് വരും, അന്നേരം ഞാനത് പറയാം കേട്ടോ. കാര്യമായിട്ടങ്ങ് ഉറക്കം വരുന്നുണ്ട്. എനിക്കങ്ങ് എപ്പോഴും അങ്ങ് ഉറക്കം വരും. ഞാൻ എന്തോ ചെയ്യാനാ? ഒന്നാമത് മഴയും തണുപ്പും ഒക്കെ അല്ലേ. ഈ ചേച്ചിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ എന്നോട് ചോദിക്കുകയോ പറയുകയൊക്കെ ചെയ്യും. കണ്ടോ, ചേച്ചി പത്രം വായിക്കുക. എന്നാൽ പിന്നെ ഞാനും അങ്ങ് വായിച്ചേക്കാമെന്ന് വിചാരിച്ചു. നാട്ടിൽ എന്തോരം കാര്യങ്ങളാണ് നടക്കുന്നത്. ഏതോ ഒരുത്തൻ ജയിലിൽ ചാടിയെന്നോ അവനെ പിടിച്ചെന്നോ ഒക്കെ പത്രത്തിലുണ്ട്. ഇവർക്കൊക്കെ വല്ലതും കഴിച്ചുകൊണ്ട് എവിടെയെങ്കിലും കിടന്നാൽ പോരെ? ഞാനൊക്കെ എന്ത് സുഖമായിട്ടാണ് ജീവിക്കുന്നത്. അതേപോലെ അങ്ങ് ജീവിച്ചാൽ പോരെ? എന്നത്തിൻ്റെ ഈ ആവശ്യമില്ലാതെ ചാടാനും കുതിക്കാനും ഒക്കെ പോകുന്നേ? വേറെ പണിയൊന്നുമില്ലേ? എന്ത് വേണമാവോ? ഞാൻ ഏതാണ്ട് ആലോചിക്കുന്ന കാര്യം ഓർത്തായിരുന്നല്ലോ. എന്തോ ആലോചിക്കണമെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അങ്ങ് മരണം പോയി. ഇനിയിപ്പോൾ പത്രത്തിലെ വാർത്തയൊക്കെ വായിച്ച് അങ്ങനെ അങ്ങ് ഇരിക്കുക, അല്ലാണ്ട് ഇപ്പോൾ എന്തോ ചെയ്യാനാ? ഇത് ബോറടിക്കുകയും ചെയ്യുന്നല്ലോ എൻ്റെ ദൈവമേ. എന്നാൽ പിന്നെ ചേച്ചിയുടെ മടിയിൽ നിന്ന് മാറി ഞാൻ ഇവിടോട്ടങ്ങ് ഇരിക്കാമെന്ന് വിചാരിച്ച്. ചൊറിയുകയും ചെയ്യുന്നു, കുളിക്കാനും ഒക്കത്തില്ല, മരേവാണ്. എൻ്റെ ദൈവമേ, എന്തൊരു കഷ്ടപ്പാടാണ് ഈ ജീവിതം. ഒരുത്തനാണെങ്കിൽ അവിടെ കിടന്ന് കുരയ്ക്കുന്നുണ്ട് എന്നെ അങ്ങ് ഡിസ്റ്റർബ് ചെയ്യാനായിട്ടാണ്. കണ്ടോ അവൾ എന്നെ ട്രെയിൻ ചെയ്യുമോ, കൈ കാണിക്കുന്നു. ഇവളെന്തോ പാട്ട് പഠിക്കുന്നോ, സംഗതി പിടിക്കുന്നോ? കണ്ടോ ഞൊടിക്കുന്ന കണ്ടോ? ഇവൾ കൈ കാണിക്കുമ്പോൾ ഞാൻ ചാടി കയറി അവിടെ ഇരിക്കണം. ഇതാണ് എൻ്റെ ജോലി. ഇവൾ പറയുന്നതിൻ്റെ അനുസരിച്ച് ഞാൻ ഇരുന്നിരുന്ന് അങ്ങ് മടുത്ത് എൻ്റെ ഗൈസേ, ഒന്നും പറയണ്ട. പിന്നെ അവൾ പാവമായതുകൊണ്ട് ഞാൻ കയറി ഇരിക്കുന്നതാണ് കേട്ടോ. അവളെപ്പോഴും എനിക്ക് ബിസ്ക്കറ്റൊക്കെ തരുവേ. അപ്പോൾ പിന്നെ ഞാനങ്ങ് ഇരുന്ന് പോകും. അവൾ പാവമല്ലേ, അവൾക്കൊരു സന്തോഷമൊക്കെ ആയിക്കോട്ടെ. ഇവിടെ മടി കിടന്നു കഴിഞ്ഞാൽ അപ്പോൾ എനിക്കങ്ങ് ഉറക്കം വരും. എന്തൊരു സുഖമെന്നറിയാവോ. അവൾ ഫാനും ഒക്കെ ഇട്ടേച്ചാണ് ഇരിക്കുന്നത്. മഴയും പിടിച്ച് തണുപ്പൊക്കെ ആകുമ്പോഴത്തേന് എനിക്ക് പിന്നെ അങ്ങ് ഉറക്കം വരും. എന്തോ ചെയ്യാനാ? കണ്ടോ, മമ്മി അതിൽ പോകുന്നുണ്ട് കേട്ടോ. മമ്മിയുടെ കയ്യിൽ ചട്ടിയൊക്കെ ഉണ്ട്. എന്താണോ എന്തോ അതിൻ്റെ അകത്ത്. ഫ്രിഡ്ജിൽ നിന്ന് എന്തൊക്കെയോ എടുക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇന്നെങ്കിലും ഉച്ചയ്ക്ക് ഉള്ളിത്തീയൽ മാറ്റി മീൻകറി വെച്ചാൽ മതിയായിരുന്നു. പാവം, ഞാൻ എത്ര ദിവസമായി ഇങ്ങനെ കാത്തിരിക്കുന്നേ. ഇവൻ എന്തിനാ ഇങ്ങനെ കിടന്ന് കുരയ്ക്കുന്നേ? അതും മനസ്സിലാവുന്നില്ല. ഇവളും എന്തൊക്കെയോ പറയുന്നുണ്ട്. കാര്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് അവിടെ വിചാരം. എനിക്കാണെങ്കിൽ ഒരു കിണ്ടിയും മനസ്സിലാവുന്നതുമില്ല. കണ്ടോ അവൻ പിന്നെയും കുറച്ച് എന്നെ പേടിപ്പിക്കുന്ന കണ്ടോ? അവൻ എന്തുവാ എൻ്റെ കഷ്ടപ്പാട് വല്ലതും അറിയണോ?
ആ അവൻ്റെയൊക്കെ ഒരു ജീവിതം. ഇനി കുറച്ച് നേരം നിലത്തിരിക്കാം. അവൾ കുറേ നേരം എന്നെ മടിയിരുത്തി ബുദ്ധിമുട്ടിയതല്ലേ, ഇനി കുറച്ച് നേരം നിലത്തിരുന്ന് അവളെ നോക്കിക്കൊണ്ടിരിക്കാം കേട്ടോ. പിന്നെ ഗൈസേ, ഞാൻ പറയാൻ വന്നത് എന്നാന്ന് വെച്ചാൽ ഇല്ലേ, എൻ്റെ ചേച്ചിക്ക് ആരും മെസ്സേജ് ഒന്നും ഇടരുത് കേട്ടോ. അക്കൗണ്ട് നോക്കുന്ന പപ്പായാണെങ്കിൽ ഈ മെസ്സേജൊക്കെ കണ്ടേച്ച് ചുമ്മാ ഇന്ന് ചിരിക്കുന്ന കാണാം ഇടയ്ക്കൊക്കെ. നിങ്ങൾ എന്തുവാ ഈ അയക്കുന്നേ? ചേച്ചിക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ അവളെ ഇമെയിൽ ID അയക്കണം, അല്ലാതെ മെസ്സഞ്ചറിലൊന്നും മെസ്സേജ് അയച്ചിട്ട് ഒരു കാര്യമില്ല. അവളത് കാണത്തുന്നു. അയ്യോ ദേ കുറുക്കുറെ എനിക്കിവിടെ തരുമായിരിക്കും. അവൾ എന്തോ കഴിക്കാൻ എടുത്താലും എനിക്ക് തരും കേട്ടോ. അവളൊരു പാവമാണ് കണ്ടോ. എനിക്ക് എപ്പോഴും തന്നിട്ടേ അവൾ കഴിക്കത്തുള്ളൂ. ഞാൻ ചെന്നില്ലെങ്കിൽ പിടിച്ച് മേടിക്കും. എനിക്കങ്ങ് സങ്കടം വരും എനിക്ക് തന്നില്ലെങ്കിൽ. അവൾക്കാണെങ്കിൽ എപ്പോഴും ഇങ്ങനത്തതൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ തമ്മിൽ പിന്നെ ഭയങ്കര സ്നേഹമായതുകൊണ്ട് അവിടെ കട്ടിലേലൊക്കെ കയറി ഞാൻ കിടക്കും. കണ്ടോ എൻ്റെ തലയിലെല്ലാം തിരുമ്മിയെല്ലാം തരുന്ന കണ്ടോ. എനിക്കങ്ങ് ഭയങ്കര സ്നേഹമാണ് അവളോട്. അതുകൊണ്ട് ഞാനങ്ങ് നക്കുകയും ചെയ്യും കേട്ടോ. ഇടയ്ക്ക് പറയും മമ്മി ഇവിടെ കട്ടിലേ കയറരുതെന്ന്. പക്ഷേ ചേച്ചി അങ്ങനെയൊന്നും പറയത്തില്ല കേട്ടോ. അവൾ പാവം, അവൾ എന്നെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കിടത്തും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേന് ഇറങ്ങി പോകാനൊക്കെ പറയും റൂമിൽ നിന്ന്. ഞാൻ പിന്നെ പോകത്തൊന്നുമില്ല. കട്ടിലിൻ്റെ അടിയിലോ ഇവിടെ എവിടെയെങ്കിലും കയറി ഒളിച്ചിരിക്കും. ഇവളെ ഒറ്റയ്ക്ക് എങ്ങനെ വിടാൻ പറ്റുമോ? ഞാൻ വേണ്ടേ നോക്കാൻ? ഇവളെന്നെ ഇത്ര നാൾ നോക്കി, അപ്പം ഞാൻ അവളെ കുറച്ച് നോക്കും, അത്രയേ ഉള്ളൂ. അവളങ്ങനെ ഒറ്റയ്ക്ക് ഉറങ്ങാൻ പോയിട്ട് അങ്ങനെ ഇപ്പോൾ സൂഹിക്കണ്ട. അവളേ ഫോൺ നോക്കി അങ്ങ് കിടക്കുമെന്നേ, ഉറങ്ങത്തില്ല രാത്രിയിൽ. ഞാൻ കൂടെ ഉണ്ടെങ്കിലല്ലേ അവൾ നേരത്തെ കഥ അടച്ച് ഉറങ്ങുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ നാളെ പോയി മമ്മിയോട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ പിന്നെ ഗൈസേ മറക്കണ്ട, ചേച്ചിക്ക് മെസ്സേജ് ഉണ്ടെങ്കിൽ ഇമെയിൽ അയക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. യൂട്യൂബ് ചാനലുണ്ടേ.